ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കൂടെ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ സവോള അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെറിയൊരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ പൊടികളെ പച്ചമണമെല്ലാം നല്ല പോലെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കട്ട് ചെയ്തെടുത്ത കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 250 കപ്പിന് 1/2 കപ്പ് മൈദപ്പൊടി, കൂടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. കൂടെ 1/4 കപ്പ് പാല്, അല്പം ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 നുള്ളി ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് ലൂസായി പോകരുത്, ഈ ഒരു കട്ടിക്ക് വേണം അടിച്ചെടുക്കാൻ. ഇനി ഒരു സോസ് പാൻ ചൂടായതിലേക്ക് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ അടിച്ചെടുത്ത ആ ബാറ്റർ മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഫില്ലിങ് മുഴുവനായിട്ടും ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഫില്ലിങ് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ നിരത്തി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 മുട്ട പുഴുങ്ങിയത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ മുട്ടയും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. മുട്ട നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയേ. ഇതുപോലെ മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സ്ലൈസ്ഡ് ചീസ് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അഥവാ ചീസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാവുന്നതാണ്. ടൊമാറ്റോ സോസ് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടിയിലൊരു പഴയ പാൻ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ ചൂടായതിലേക്ക് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം, ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.